Hello guys, welcome back to our YouTube channel. അഞ്ജന വിസ്മയ. അപ്പോ ഇന്നത്തെ നമ്മുടെ പുതിയ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഹോട്ട് ആൻഡ് സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച്. യെസ്. അപ്പൊ നമുക്ക് ഈ നൂഡിൽസ് ഒരാൾക്ക് 2 വെച്ചിട്ടുണ്ടാക്കും. അപ്പൊ നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഉള്ള മെയിൻ റൂൾ എന്താണെന്ന് വെച്ചാൽ 2 minutes. 2 minutes. ഓക്കെ, എന്നാ 2 minutes. 2 minutesൽ ആരാണ് അധികം കഴിക്കുന്നത് അവരാണ് വിന്നേഴ്സ്. പിന്നെ വേറൊരു റൂള് ഇൻക്ലൂഡ് ചെയ്യാം. ഇഫ് ഇൻ കേസ് ഈക്വൽ ആയിട്ട് കഴിച്ചെങ്കിൽ ഫസ്റ്റ് ആരാണ് ഐസ്ക്രീം കഴിക്കുക, എരിവ് തോന്നിയിട്ട് കൂടുതലാണെന്ന് തോന്നിയിട്ട് ഐസ്ക്രീം കഴിച്ച അവര് തോറ്റു. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ചാലഞ്ചിനുള്ളത്. ഓക്കെ, അപ്പോ നല്ല ചൂടായിട്ടുള്ള ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ നൂഡിൽസ് റെഡി ആയിരിക്കുന്നു. മണത്തിൽ എനിക്കൊന്നും തോന്നുന്നില്ല എരിവുള്ള പോലെ. അറിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കണം. നോക്കാം. നമുക്കറിയില്ല. കൂടുതലും എല്ലാവരും നല്ല എരിവെന്ന് പറയാം. നമുക്കത് തോന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. നോക്കാം. ഐസ്ക്രീം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വാനില ഫ്ലേവർ ഐസ്ക്രീം അവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കണമെന്ന് വെച്ചാൽ കഴിക്കും. അപ്പൊ നമുക്ക് എന്തായാലും 2 മിനിറ്റിന്റെ ടൈമർ സെറ്റ് ചെയ്യണം. 2 മിനിറ്റ്. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? അങ്ങനെ തിരിച്ച് കാണിച്ചു. സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, വേഗം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കറക്റ്റ് ആയിട്ടിരിക്കണം. ഓക്കെ ഓക്കെ, ഇത് നമ്മളിവിടെ വെക്കാം. സ്റ്റാർട്ട്. ചൂടുണ്ടല്ലോ. അയ്യോ, ചൂടുണ്ട്, എരിവും ഉണ്ടാവും. ഇത് 2 മിനിറ്റിൽ എങ്ങനെയാണോ കഴിക്കുക? ഫസ്റ്റത്തെ തന്നെ വയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. എനിക്ക് ചാറിന്റെ ടേസ്റ്റാണ് അല്ലേ? എരിവുണ്ട്. അയ്യോ, ചൂടിൽ ഞാൻ കഴിക്കാറില്ല. നല്ല ചൂടുണ്ട്. പുക കാണാണ്ടോ? കാണുമ്പോൾ ഞാൻ ജയിക്കുന്നു തോന്നുന്നുണ്ട്, പക്ഷെ നല്ല എരിവുണ്ട്. അയ്യോ, 23 സെക്കൻഡ് കൂടെ ഉള്ളോ? അഞ്ച് സെക്കൻഡ്. 2 കഴിഞ്ഞു. നമുക്ക് ഇനി നോക്കാം. അയ്യോ, നിർത്തല്ലേ. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇനിയൊന്നും ചെയ്യരുത്, തിന്നരുത്. അല്ല, ഞാൻ അപ്പോ ഇത്രയും ബാക്കിയുണ്ട്. ഇതിപ്പോ ആര് ജയിച്ചെന്നുള്ളത് നമുക്ക് അവിടെ ഡ്രോ ആണോ? 2 പേരും ഡ്രോ ആണെന്നാ പറയുന്നത്. ഇപ്പൊ ഇനിയൊരു 1 മിനിറ്റ് വെക്കാം. എന്നാ ഒരു 1 മിനിറ്റും കൂടി വെക്കാം. 5 മിനിറ്റ് വെക്കണോ? അയ്യോ, 5 മിനിറ്റിൽ ഇത് കഴിച്ച. അപ്പൊ ഓക്കെ, 5 minutes. നല്ല ചൂടുള്ള കാരണം കഴിക്കാൻ പറ്റില്ല. നല്ല എരിവുണ്ട്, ചൂടും
എരിവുണ്ട്. എരിവ് അത്രക്കില്ല, പക്ഷെ ഞാൻ വിചാരിച്ച അത്ര എരിവില്ല. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഈ ചൂടിലെ എരിവ് കൂടുതൽ എനിക്ക് തോന്നുന്നു. ഓൾറെഡി 2 minutes കഴിഞ്ഞില്ല, അപ്പൊ 3 minutes വെച്ചാൽ മതി. അപ്പൊ ഇനി ഒരു 3 minutes കൂടി വെക്കുക, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. വായിൽ വെക്കുമ്പോ ചൂടറിയുമ്പോ ഞാൻ വായിൽ കണ്ടു. അപ്പൊ കാണിക്കാം. സ്റ്റാർട്ട് ചെയ്യാട്ടെ. സ്റ്റാർട്ട്. ഞാൻ കഴിച്ചു തുടങ്ങട്ടെ. ആ സ്റ്റാർട്ട്. എനിക്കിങ്ങനെ വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അയ്യോ, നല്ല ചൂടുണ്ട്, നല്ല എരിവുണ്ട്. ഈ ചൂട് കാരണമാണ് എരിവ് കൂടുതൽ തോന്നുന്നത്, അല്ലെങ്കിൽ കുഴപ്പം കഴിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സമയത്തിന് 2 minute. മുന്നത്തെക്കാട്ടിയും ഇത്തിരി ചൂട് കുറഞ്ഞുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇവനെ നേരത്തെ ശീലമായോണ്ടായിരിക്കാം ഇത്തിരി വേഗം കഴിച്ചു എന്ന് തോന്നുന്നു മുന്നത്തെക്കാട്ടിയും. ആ 1 minute. അയ്യോ, രണ്ടുപേരും ജയിച്ചെന്താ ചെയ്യാ? രണ്ടുപേരും ജയിക്കും. എങ്ങനെയാ? ഐസ്ക്രീം ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് കഴിക്കുമല്ലോ തോന്നിയിട്ടെങ്കിൽ. അപ്പൊ നമ്മള് രാത്രി രാവിലെ വരെ ഇട്ട് വരും. നോക്കാം. അപ്പൊ രണ്ടുപേരും ജയിച്ചു. എന്നാ 44 സെക്കൻഡ്. പതിനാറ് സെക്കൻഡ്, 15 സെക്കൻഡ്. അഞ്ച് കഴിഞ്ഞു. അപ്പൊ ഇതില് ഞാൻ ചേച്ചി തോന്നണു. അതെ, നോക്കി ഐ ഫീൽ ഞാൻ ജയിച്ചെന്ന് തോന്നുന്നു. ആയിരിക്കും. അപ്പൊ ഗൈസ്, ഈ ചലഞ്ചിൽ ഞാനാണ് ജയിച്ചിരിക്കുന്നത്. ഞാനിത് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു ചെയ്തിരുന്നു. അപ്പോ തോറ്റേനുള്ള സ്പീച്ച് വല്ലതും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ ഈ മാഗിനെ പറ്റി അഭിപ്രായങ്ങൾ പറയും. ഇത് നാട്ടിലത്തെ അച്ചാറല്ല, ഹൈദരാബാദുകാരുടെ ഒരു അച്ചാറുണ്ട്, ഒരു മാങ്ങ അച്ചാറും. ഇവിടുത്തെ സ്റ്റൈലിലത്തെ. നാട്ടിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള അച്ചാറല്ല, ഇവിടുത്തെ വേറൊരു ടേസ്റ്റാണ്. അതിന്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ അച്ചാർ തോന്നുന്നത്. എനിക്ക് ഈ അച്ചാറേ ഈ നൂഡിൽസിന്റെ ടേസ്റ്റ് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ചുണ്ടുമ്പോ ഇത് തോന്നുന്നുണ്ട്. എനിക്ക് കഴിക്കുമ്പോഴായിട്ടുണ്ട്, കാരണം ഞാൻ പൊതുവെ ഈ ചൂടുള്ള സാധനങ്ങൾ ഞാൻ മെല്ലെ കഴിക്കുള്ളൂ. എനിക്ക് അതുകൊണ്ട് പിന്നെ എരിവ് ചിലപ്പോ ഞാൻ കുറവായിരിക്കാൻ കഴിക്കുള്ളൂ കാട്ടി. അതുകൊണ്ട് എനിക്ക് എരിവ് കഴിക്കുമ്പോഴും തോന്നി. ഇപ്പൊ ഇവിടെ ഒക്കെ എരിവ് തോന്നുന്നുണ്ട്. ഇവിടെ ഒക്കെ തേച്ചിട്ടുണ്ടല്ലോ.
അപ്പൊ ഇപ്പൊ കണ്ട ഉണ്ടല്ലോ. പോയാ പോയി. ആ അപ്പൊ അപ്പൊ ഇത് എന്നാലും ഞാനാണ് ജയിച്ചത്. അപ്പൊ ശരി, ക്വാണ്ടിറ്റി ഞാൻ കൂടുതൽ കഴിച്ചോണ്ട് ഞാൻ ജയിച്ചു. തോറ്റു ഗൈസ്, ഞാൻ ജയിച്ചു ഗൈസ്. അപ്പൊ ശരി, ഇങ്ങനത്തെ പല പല വീഡിയോസ് ആയിട്ടും വെറൈറ്റി വീഡിയോസ് ആയിട്ടും ഇനി അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് ഡു ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അഞ്ജന signing off.